നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. പന്നിത്തടത്ത് ആളില്ലാതിരുന്ന വീട്ടിൽ നിന്നും 32 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത സംഭവത്തിൽ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് അറിയിച്ച് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അബ്ബാസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കവർച്ച നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലാത്ത തക്കം നോക്കിയാണ് മോഷണം നടത്തിയത്. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ലോക്ക് തകർത്ത് അകത്തു കയറി അലമാര കുത്തി തുറന്ന് അതിനകത്തുണ്ടായിരുന്ന 32 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. സൗദിയിൽ ജോലി ചെയ്യുന്ന അബ്ബാസ് അവധിയിൽ നാട്ടിലെത്തി തിരിച്ചുപോയത് കഴിഞ്ഞ ഏപ്രിൽ 6-നാണ്. ഏപ്രിൽ 7-ന് വീട്ടിലുണ്ടായിരുന്ന മകൻ അംജദ് പാലക്കാടുള്ള ജോലിസ്ഥലത്തേക്കും അംജദിന്റെ ഭാര്യ സാദിയ അവരുടെ വീട്ടിലേക്കും മാതാവ് നഫീസക്കുട്ടി മകളുടെ വീട്ടിലേക്കും പോയിരുന്നു. അംജദ് ഏപ്രിൽ 12-ന് വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നത് മനസ്സിലായത്. കുന്നംകുളം ACP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസാണ് അന്വേഷണം നടത്തുന്നത്. തൃശൂർ പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണത്തിനായി സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ മോഷ്ടാവിലേക്കെത്തുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നാട്ടിൽ തിരിച്ചെത്തിയ അബ്ബാസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പോലീസുകാർ പറയുന്നത് അവരുടെ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. CCTVയിൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു അപാകത ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അന്വേഷണങ്ങൾ അവർ നടക്കുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് DYSP നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് അവരന്ന് നടത്തിയതായ ഡോഗ് സ്ക്വാഡിൻ്റെയും പിന്നെ ഫിംഗറിങ്ങിൻ്റെയും അവരുടെ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതായ ഒരു ലെറ്റർ, അതെല്ലാം അവർ ചെയ്തതായ റിപ്പോർട്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ലഭിച്ച അടയാളങ്ങൾ കൂടുതലും വീട്ടുകാരുടേതായിരുന്നു. തിരിച്ചറിയാത്ത 2 വിരലടയാളങ്ങൾ സ്ഥിരം മോഷ്ടാക്കളുടേതല്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്ന 5 ദിവസത്തിനുള്ളിലാണ് മോഷണം നടന്നത്. മോഷണം നടന്ന ദിവസം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതും വീട്ടിലും പരിസര പ്രദേശങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തതുമാണ് അന്വേഷണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതേസമയം മോഷണത്തിന് പുറകിൽ ബന്ധുക്കളാണെന്നും സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു ലഭിച്ചു എന്നും പ്രചരണം നടക്കുന്നത് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മാനസിക പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കളവ് നടന്നിട്ട് 2 മാസമായി. ഇതുവരെ ഒരു വ്യക്തമായ തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അതിന്റെ ഒക്കെ ഒന്ന് അന്വേഷിച്ച് പിടിച്ചു വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള സമാധാനം ഒന്ന് വീണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുള്ളത്. കാരണം ഇപ്പൊ അവർക്കിപ്പോൾ ഞങ്ങളെ സംശയിക്കുക, എല്ലാവരും സംശയിക്കുക. അപ്പൊ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഇന്ന ആൾക്കാർ ഇത് ചെയ്തെന്നും ഇത്ര മുതൽ ഇങ്ങനെ നശിപ്പിച്ചെന്നും ആ സത്യങ്ങൾ ഞങ്ങൾക്ക് ഇത് അറിയണം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലീസിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മൗനം പാലിച്ചിരിക്കുന്നത്. അവരിതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ വിശ്വാസം ഞങ്ങൾ ഇരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന അന്വേഷണത്തിനൊക്കെ വഴി തിരിച്ചുവിടാവുന്ന ഒരു ഇൻഫർമേഷനാണ് നാട്ടിൽ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പ്രയാസമാവുകയാണ്. സ്വർണം കിട്ടാതെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ മോഷ്ടാവിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുവാനും വീട്ടുകാർ തയ്യാറാണ്. എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നും അല്ലാത്തപക്ഷം കൂടുതൽ പരാതികളുമായി മുന്നോട്ടു പോകുമെന്നും വീട്ടുകാർ അറിയിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. വൃക്ഷങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിപുലീകരിക്കുക, ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും തന്മൂലം ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യും. ഭൂമിയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ജൈവ വൈവിധ്യം പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥ മനുഷ്യരിൽ രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാനടക്കം സഹായിക്കും. പ്രകൃതി നമുക്ക് മനോഹരമായ പലതും നൽകിയിട്ടുണ്ട്. അവയെ സംരക്ഷിക്കാൻ ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട്. പരിസ്ഥിതിക്ക് ദോഷമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ് പ്രധാനം. മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുക, പ്ലാസ്റ്റിക് കത്തിക്കുക എന്നീ പ്രവൃത്തികളെല്ലാം പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്നവയാണ്. എന്താണ് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുക, എന്താണ് ഗുണപ്രദമാവുക എന്ന സാമൂഹ്യ അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യത്തിന് അറുതി വരുത്തുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാനും അവബോധം നൽകാനുമുള്ള ആശയങ്ങളാണ്
പരിസ്ഥിതി ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ തൈ നട്ടുപിടിപ്പിക്കലും പരിസ്ഥിതി അവബോധ ക്ലാസുകളും സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ വെറും പരിസ്ഥിതി ദിനാചരണത്തിന് മാത്രം നടുന്നതാകരുത് ഓരോ തൈകളും. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ പരിസ്ഥിതി ബോധം കൂടി ഉളവാകുന്നത്. കോവിഡ് രോഗികളുടെ എണ്ണം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങിയതോടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ. ജൂൺ 5-ന് രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടത്താൻ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിർദ്ദേശം നൽകി. പുതിയ സാഹചര്യം നേരിടാൻ ആശുപത്രികളെ സജ്ജമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുതിയതായി 276 കോവിഡ് കേസുകൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തുവെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന കണക്ക്. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 4302 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മഹാരാഷ്ട്രയിൽ 4, തമിഴ്നാട്, ഡൽഹി, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഓരോ മരണങ്ങളും വീതമാണ് സംഭവിച്ചത്. ഇതോടെ കോവിഡ് വീണ്ടും വ്യാപിക്കാൻ തുടങ്ങിയ ശേഷമുള്ള മരണസംഖ്യ 44 ആയി. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് നേരിടാൻ ആശുപത്രികളെ സജ്ജമാക്കാനാണ് ഇന്ന് മോക്ക് ഡ്രിൽ നടത്താൻ നിർദ്ദേശിച്ചത്. ഐസൊലേഷൻ വാർഡുകൾ, ഓക്സിജൻ വിതരണം, വെന്റിലേറ്ററുകളുടെ ലഭ്യത, അവശ്യമരുന്നുകളുടെ ലഭ്യത എന്നിവയെല്ലാം പരിശോധിച്ച് ഉറപ്പാക്കും. രോഗികളുടെ എണ്ണം വീണ്ടും വലിയ തോതിൽ വർദ്ധിക്കുമെങ്കിൽ ഫലപ്രദമായി നേരിടാൻ ആശുപത്രികളെ സജ്ജമാക്കാനുള്ള നടപടികളാണിത്. ഒരിടവേള. വാർത്തയിലേക്ക്. പോർക്കുളം സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആണ്ടിയത്ത് വീട്ടിൽ 39 വയസ്സുള്ള അഭിഷാദിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ് കാഞ്ഞിരപ്പാടത്തിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തെക്കൻ പാലയൂർ ദർവിൻസ് ക്ലബ് പ്രവർത്തകർ അങ്കണവാടിയിൽ പുതുതായി ചേർന്ന കുട്ടികൾക്കും പിരിഞ്ഞുപോകുന്നവർക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുട, ടിഫിൻ ബോക്സ്, മറ്റു പഠനോപകരണങ്ങൾ എന്നിവയാണ് വിതരണം ചെയ്തത്. ദർവിൻസ് ക്ലബ് ഭാരവാഹികളായ ഫസൽ, ഷഹീൽ, അനസ്, ബിലാൽ എന്നിവർ ചേർന്ന് 14-ാം വാർഡ് കൗൺസിലർ സുപ്രിയ രാമേന്ദ്രൻ, മുൻ കൗൺസിലർ നൌഷാദ് തേക്കുംപുറം എന്നിവർക്ക് കൈമാറി. അങ്കണവാടി ടീച്ചർമാരായ ബിന്ദു സതീഷ്, പ്രഭുല എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.